മന്തിയോടൊപ്പവും ഗ്രില്ല് ചെയ്തെടുക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ ഒപ്പം, അതിപ്പോൾ വെജ് ആയാലും നോൺ വെജ് ആയാലും അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ ഇന്ന് പ്രായഭേദമന്യേ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണിത്, മയണൈസ്. എന്നാൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഇതിൽ എണ്ണ കൂടുതലായിട്ട് ചേരുന്നുണ്ട്. എണ്ണ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം മയണൈസിന് കട്ടി കൂടി വരും അല്ലേ. എന്നാൽ ഇന്നത്തെ ഈ മയണൈസ് ഉണ്ടല്ലോ, ഒരു തുള്ളി എണ്ണ ചേർക്കാത്തതാണ്, വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയത്. മുട്ടയും ചേർത്തിട്ടില്ല, കശുവണ്ടിയും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? ഫ്രണ്ട്സ്, നെല്ലിറ്റ വർഗീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മയണൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ കവർ പാൽ പൊട്ടിക്കുമ്പോൾ മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് കവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി പാലിലേക്ക് ചേർക്കുക എന്നുള്ളത് അല്ലേ. പക്ഷേ എന്നാൽ ഇവിടെ അതൊന്നും ചെയ്യണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കണ്ട. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കോരി ഒഴിച്ച് പതപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു സാധനം വേണം. ഒന്നുകിൽ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഈ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ചെറുനാരങ്ങ എടുക്കുമ്പോൾ അഴുകിയതും പൊട്ടിയതൊന്നും ആവരുത്. കുരു നീക്കം ചെയ്ത് നീര് മാത്രമായിട്ട് എടുത്ത് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. വിനാഗിരിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ലിറ്റർ പാലിലേക്ക് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. പക്ഷേ പാല് നന്നായിട്ട് തിളച്ചതായിരിക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്ത് പതച്ച് നന്നായിട്ട് തിളച്ചു പൊങ്ങി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിത് തീ കുറച്ച് വെക്കുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് ഇതേ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുകയാണ്. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ തന്നെ പാല് നന്നായിട്ട് പിരിഞ്ഞു വരും. ഇതേ രീതിയിൽ ഇതിനു മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രീം ചീസ് ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഞാനതിൽ വിനാഗിരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലും നമുക്ക് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരും ചേർത്തുണ്ടാക്കാം. ഇപ്പോൾ ഇതേ പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇളം മഞ്ഞ നിറത്തിലൊരു വെള്ളമായിട്ടുണ്ട്. ആ ക്രീം ചീസിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് വെറും വെള്ളമല്ല, ഇത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള വെള്ളമൊക്കെ ഉണക്കി വറ്റിച്ച് പൊടിച്ചൊക്കെയാണെന്ന് പറയുന്നു. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വിശദമായിട്ട് അറിയില്ല. ഏതായാലും നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ചായ അരിക്കുന്ന അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കാൻ പോവുകയാണ്. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് അരിച്ചെടുക്കുന്നത്. വെള്ളം ഒരുപാട് പിഴിഞ്ഞ് കളയുമൊന്നും വേണ്ട. കുറച്ച് വെള്ളമയത്തോടുകൂടി തന്നെ എടുക്കുക. ആ വെള്ളവും കളയരുത്, അവിടെ വെച്ചേക്കണം. നമുക്ക് മയണൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കത്തില്ല. പകരം വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം വേണം നമുക്ക് ചേർക്കാനായിട്ട്. അതുകൊണ്ട് അത് കളയണ്ട, അതും തണുക്കാനായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ അരിച്ചെടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് വേഗം ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് വെച്ചിനി മയണൈസ് തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതെന്തേ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചാണ് മയണൈസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ചീസും പനീറും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ക്രീം ചീസിൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. ഉറപ്പായി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. വളരെ ഈസി ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ക്രീം ചീസിനെക്കാട്ടി നല്ല സൂപ്പർ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി മയണൈസ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അതേ രീതി തന്നെയാണ്. മയണൈസ് തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയാണല്ലോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണോ അതനുസരിച്ച് വെളുത്തുള്ളി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ വേഗം നന്നായിട്ട് അരഞ്ഞു കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പാണ്. ഉപ്പ് ആദ്യമേ ഒരുപാട് ചേർക്കേണ്ട, കുറച്ചൊന്ന് ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കി വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഇനി ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർക്കാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നല്ല പ്യുവർ വൈറ്റുള്ള മയണൈസ് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മുട്ട വെച്ച് മയണൈസ് തയ്യാറാക്കുമ്പോൾ ചിലരൊക്കെ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇതുവരെ ചേർത്തിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. കുരു നീക്കം ചെയ്ത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി മയണൈസിന് നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതനുസരിച്ച് ഇത് അരിച്ചു മാറ്റിയപ്പോൾ കിട്ടിയ മഞ്ഞ നിറത്തിലുള്ള വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അല്ലാതെ ഇതിലേക്ക് നമ്മുടെ സാധാരണ പച്ചവെള്ളമോ എണ്ണയോ പാലോ ഒന്നും ചേർക്കരുത്. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ലൂസായിട്ട് വേണോ അതനുസരിച്ച് ചേർത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. പലരും പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണവും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഒക്കെ ഇന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരാണല്ലോ. അതിൽ മിക്കവാറും എല്ലാവർക്കും മയണൈസ് ഇഷ്ടമുള്ളവരായിരിക്കും. എന്നാൽ എണ്ണ കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ട് അത് കഴിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ മയണൈസ് തയ്യാറാക്കിയാൽ
കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. സാധാരണ മുട്ട വെച്ച് തയ്യാറാക്കുന്ന ആ മയോണൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഫോളോ ചെയ്യാതെയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചെയ്തേക്കണം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.